ഹരി ഓം ശ്രീമന്നാരായണീയം ദശകം 19 ശ്ലോകം 8. അവാപ്യകാന്താം തനയാം മഹീരുഹാം തയാരമധ്വം ദശലക്ഷവത്സരീം സുതോസ്തു ദക്ഷോ നനു തക്ഷണാച്ചമാം പ്രയാസ്യധേതി ന്യഗതോ മുദൈവതാൻ. പ്രചേതസ്സുകളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട ഭഗവാൻ അവർക്ക് 2 വരങ്ങൾ കൂടി നൽകുന്നു. വൃക്ഷങ്ങളുടെ പുത്രിയെ ഭാര്യയായി ലഭിച്ചിട്ട് നിങ്ങൾ അവളോട് കൂടി 10 ലക്ഷം സംവത്സരം രമിച്ചുകൊള്ളുവിൻ എന്നും ദക്ഷൻ എന്നൊരു പുത്രൻ ഉണ്ടാകട്ടെ, ഉടനെ തന്നെ നിങ്ങൾ എന്നെ പ്രാപിക്കുകയും ചെയ്യും എന്നിങ്ങനെ സന്തോഷത്തോടു കൂടി തന്നെ ഭഗവാനെ നിന്തിരുവടി അവരോട് അരുളി ചെയ്തു. കണ്ഠു മഹർഷിക്ക് പ്രമ്ലോജ എന്ന ദേവസ്ത്രീയിൽ ജനിച്ച മാരിഷ എന്ന കന്യകയെ നോക്കി വളർത്തിയത് വൃക്ഷങ്ങളാണ്. ആ കുമാരിയെ വിവാഹം ചെയ്ത് ദീർഘകാലം സുഖിച്ചു കൊള്ളുവാനാണ് ഭഗവാന്റെ കൽപ്പന. അവസാനം ഒരു പുത്രൻ ജനിക്കുമെന്നും ഉടനെ ഭഗവത് സായുജ്യം പ്രാപിക്കുമെന്ന് കൂടി അനുഗ്രഹിച്ചാണ് ഭഗവാൻ മറഞ്ഞത്. ഈ വരങ്ങളെല്ലാം ഭഗവാൻ സന്തോഷിച്ച് കൊടുത്തതാണ്, പ്രചേതസ്സുകൾ ആവശ്യപ്പെട്ട് കൊടുത്തതല്ല. ചോദിച്ചു കൊടുക്കുന്നത് സന്തോഷത്തോടു കൂടി ആയിക്കൊള്ളണമെന്നില്ലല്ലോ. ചോദിക്കാതെ തന്നെ കൊടുക്കുകയാൽ ഇത് സന്തോഷത്തോடு തന്നെയാണെന്ന് ഭാവം.